ഇനിയും സംസ്ഥാന അധ്യക്ഷനായി തുടരാനില്ലെന്ന് കെ സുരേന്ദ്രൻ ബി.ജെ.പി. ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. സുരേന്ദ്രൻ തന്നെ തുടരട്ടെ എന്നാണ് ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ, എം.ടി. രമേശ്, ശോഭാ സുരേന്ദ്രൻ, വി മുരളീധരൻ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. PS ശ്രീധരൻപിള്ള മിസോറാം ഗവർണറായി പോയ ഒഴിവിലാണ് 2020 ഫെബ്രുവരി 15 കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായത്. 2 ടേമുകളിലായി 5 വർഷം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനാണ് കെ സുരേന്ദ്രൻ. സുരേന്ദ്രന്റെ 5 വർഷം ഒറ്റ ടേമായി പരിഗണിക്കണമെന്നാണ് സുരേന്ദ്രൻ പക്ഷത്തിന്റെ ആവശ്യം. 2 ടേമായി കണക്കാക്കണമെന്ന് മറുപക്ഷവും വാദിക്കുന്നതിനിടയിലാണ് ഇനി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്ന് കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചത്. എന്നാൽ തൃശൂർ ലോക്സഭാ സീറ്റ് ഉൾപ്പെടെ ലഭിച്ച സാഹചര്യത്തിൽ സുരേന്ദ്രൻ തുടരട്ടെ എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. സംസ്ഥാന പ്രസിഡന്റ് പദവി വേണ്ടെന്നാവശ്യപ്പെട്ടിട്ടും ദേശീയ നേതൃത്വം തുടരണമെന്നാവശ്യപ്പെട്ടാൽ പാർട്ടിയിൽ സുരേന്ദ്രൻ കൂടുതൽ ശക്തനാകും. അതേസമയം സംഘടനയ്ക്ക് ഏറ്റവും വലിയ വളർച്ചയുണ്ടായത് വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോഴാണെന്നും മുരളീധരനെ വീണ്ടും അധ്യക്ഷനാക്കിയാൽ സംഘടനാ തലത്തിൽ വലിയ വളർച്ചയുണ്ടാകുമെന്നും പുനഃസംഘടന സംബന്ധിച്ച യോഗങ്ങളിൽ ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നു. ശോഭാ സുരേന്ദ്രനായി ഒരു വിഭാഗവും ശക്തമായി രംഗത്തുണ്ട്. എം.ടി. രമേശിന്റെ പേര് ഉയർത്തിക്കാട്ടുന്നവരുമുണ്ട്. അതേസമയം മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന പ്രസിഡന്റായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനുള്ള സാധ്യതകളുമുണ്ട്. പുനഃസംഘടനയ്ക്കൊപ്പം വലിയ മാറ്റങ്ങളാണ് ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനത്തിൽ വന്നത്. 14 ജില്ലാ കമ്മിറ്റിക്ക് പകരം 30 ജില്ലാ കമ്മിറ്റികൾ നിലവിൽ വന്നു. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും 2 വീതം കമ്മിറ്റികൾ നിലവിൽ വന്നു. പുനഃസംഘടന സംബന്ധിച്ച് പലയിടത്തും തർക്കം തുടരുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, തുടരാനില്ല എന്ന ആത്മാർത്ഥമായി തന്നെയാണോ കേന്ദ്ര നേതൃത്വത്തെ ഈ സുരേന്ദ്രൻ അറിയിച്ചത്? അങ്ങനെയെങ്കിൽ ഇതിലിപ്പോൾ എം.ടി. രമേശ്, രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ, മുരളീധരൻ എന്നിവരുടെ പേരുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ സുരേന്ദ്രൻ മാറിയാൽ തന്നെയും ആരുടെ പേരിനാണ് കൂടുതൽ സാധ്യതയുള്ളത്? ഈ കേന്ദ്ര നേതൃത്വം കേരളത്തിന്റെ കാര്യത്തിൽ എന്തെല്ലാം ചർച്ചകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്? സൈഫുദ്ദീൻ, ആത്മാർത്ഥമായാണോ അതൊരു സമ്മർദ്ദ തന്ത്രമാണോ എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. കാരണം ഈ സുരേന്ദ്രന് എതിരെ വലിയ ഒരു പ്രതിഷേധം ബി.ജെ.പിയുടെ സംസ്ഥാനത്ത് അകത്ത് തന്നെ ഉണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇനി തുടരാനില്ല എന്ന് പറഞ്ഞത്. ഇതിൽ സുരേന്ദ്രൻ PS ശ്രീധരൻപിള്ള മിസോറാം ഗവർണറായി പോയ സമയത്താണ്, അതായത് ഒരു ടേമിന്റെ പകുതിയിൽ വെച്ചാണ് ഈ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നത്. പിന്നീട് അടുത്ത ഒരു ടേമിന്റെ തുടക്കം മുതൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇത് 2 ടേം ആയി കണക്കാക്കി സുരേന്ദ്രൻ ഇനി അവസരം നൽകരുത് എന്ന് ഒരു വിഭാഗം ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ സുരേന്ദ്രൻ പക്ഷം ആകെ 5 വർഷം എന്നുള്ളത് ഒറ്റ ടേമായി കണക്കാക്കണം എന്നും വാദിക്കുന്നു. ഇതിനിടയിലാണ് താൻ ഇനി അധ്യക്ഷ ആയി തുടരുന്നില്ല, ഈ പകരം മറ്റൊരാളെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തെ വിവരം അറിയിച്ചത്. എന്നാൽ കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ച് അവർക്ക് സംഘടനാ തലത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് ഈ സുരേന്ദ്രൻ പ്രസിഡന്റായിരുന്ന കാലഘട്ടം. ഇത് കൂടാതെ ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത ഒരു ലോക്സഭാ സീറ്റ്, തൃശൂർ സീറ്റിൽ സുരേഷ് ഗോപി വിജയിച്ചതടക്കമുള്ള കാര്യങ്ങൾ സുരേന്ദ്രൻ ഈ സംസ്ഥാന പ്രസിഡന്റായ കാലത്താണ്. അതുകൊണ്ട് സുരേന്ദ്രൻ തുടരട്ടെ എന്നുള്ളതാണ് ദേശീയ നേതൃത്വത്തിന്റെ ഒരു നിലപാട് ഉള്ളത്. അങ്ങനെ ദേശീയ നേതൃത്വം വീണ്ടും തുടരണമെന്ന നിർദ്ദേശം നൽകുകയാണെങ്കിൽ താൻ വേണ്ടെന്ന് ആവശ്യപ്പെട്ട പ്രസിഡന്റ് പദവി വീണ്ടും ദേശീയ നേതൃത്വം വെച്ച് നീട്ടുകയാണെങ്കിൽ അത് സുരേന്ദ്രനെ സംബന്ധിച്ച് സുരേന്ദ്രൻ കൂടുതൽ ഒരു കരുത്തനായ സംസ്ഥാന പ്രസിഡന്റായി മാറും എന്നതിൽ തർക്കമില്ല. ഇന്നലെ നമ്മൾ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ ഇന്നലെ ഇംഗ്ലീഷിൽ ദീർഘമായി അദ്ദേഹം ഈ ബൈറ്റ് തന്നിരുന്ന ആ സമയത്ത് ഈ ദേശീയ നേതൃത്വത്തിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് താൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. സുരേന്ദ്രൻ മാറുകയാണെങ്കിൽ പിന്നീട് ഈ വി മുരളീധരന്റെ പേര്, ഈ മുൻ സംസ്ഥാന പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായിരുന്ന വി മുരളീധരന്റെ പേര് വലിയൊരു ഭാഗം ഉയർത്തിക്കാട്ടുന്നുണ്ട്. വി മുരളീധരൻ പ്രസിഡന്റായ സമയത്താണ് ഈ ബി.ജെ.പിക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംഘടനാ തലത്തിൽ വളർച്ച ഉണ്ടായത്, എല്ലാ പ്രാദേശിക തലത്തിലും ബൂത്ത് തലത്തിലും വളർച്ചയുണ്ടായത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി പ്രസിഡന്റ് ആക്കണമെന്നൊരു ആവശ്യം ശക്തമായി ഉണ്ട്. പക്ഷേ അദ്ദേഹം ഒരുപക്ഷെ ഇനിയും ഒരു കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടന വരികയാണെങ്കിൽ ഈ മന്ത്രിസഭയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും ബി.ജെ.പി. നേതൃത്വത്തിലെ ചില ആളുകൾ നമ്മുമായി പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം ശോഭാ സുരേന്ദ്രനായും എം.ടി. രമേശിനുമായും വലിയ ഒരു പിടിവലികൾ ഈ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിന് അകത്ത് തന്നെ ഉണ്ട് എന്നതിലും സംശയമില്ല. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ, മുൻ കേന്ദ്രമന്ത്രി, അദ്ദേഹം
സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകാൻ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മത്സരിച്ച് ഈ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുക എന്നുള്ളതിലേക്കും ചർച്ചകൾ നീളുന്നുണ്ട്. എന്തായാലും ഈ പുനഃസംഘടന സംബന്ധിച്ച ചില തർക്കങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നതിനിടെയാണ് സുരേന്ദ്രൻ താൻ പ്രസിഡന്റ് ആവാനില്ല എന്ന ഒരു അഭിപ്രായം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. സുരേന്ദ്രന്റെ കാര്യത്തിൽ സുരേന്ദ്രന്റെ സമ്മതമോ സമ്മതമില്ലായ്മയോ മാത്രമാണോ പ്രശ്നം, അതോ കേരളത്തിലെ മറ്റു നേതാക്കൾ, ഇപ്പോൾ മുതിർന്ന നേതാക്കൾക്കിടയിൽ സുരേന്ദ്രൻ മാറണം എന്നുള്ളൊരാവശ്യം കാര്യമായി ഉയരുന്നുണ്ടോ? അത് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത്തരം ഒരു വിമർശനം ശക്തമായി തന്നെ സുരേന്ദ്രനെതിരെ ഉണ്ട് എന്നതിൽ സംശയമില്ല. കാരണം ഈ സുരേന്ദ്രനെ മാറ്റുന്നതിനായാണ് ഇത് 2 ടേം എന്നുള്ള ഒരു കാര്യം പ്രധാനമായി ഉന്നയിക്കുന്നത്. കാരണം 2 ടേമായി, അതുകൊണ്ട് അടുത്ത ഒരു 3ാം ടേം ആവശ്യമില്ല, അത് മറ്റൊരാൾക്ക് കൈമാറണം എന്നുള്ളൊരു ആവശ്യം പ്രധാനമായും ഉയർത്തുന്നതിൻ്റെ ഒരു കാരണം സുരേന്ദ്രനോടുള്ള എതിർപ്പ് തന്നെയാണ്. BJP രാഷ്ട്രീയത്തിൽ വലിയ ഒരു ഗ്രൂപ്പ് പോരുണ്ട് എന്നത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. കാരണം ശോഭാ സുരേന്ദ്രനും തമ്മിൽ അതിശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ സംസ്ഥാന വൈസ് പ്രസിഡന്റായ MT രമേശും അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനും തമ്മിൽ കടുത്ത അഭിപ്രായ ഭിന്നത ഉണ്ട്. അത് ഈ പുനഃസംഘടന കൂടി ആകുമ്പോൾ ഈ പുതിയ പശ്ചാത്തലത്തിൽ അത് കൂടുതൽ ശക്തമാണ്. അത് പല ജില്ലാ പ്രസിഡന്റുമാരുടെ നിയമനത്തിൽ വരെ ഉണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തേതാണ് ഏറ്റവും പുറത്തേക്കൊരു പൊട്ടിത്തെറിയായി വന്നിരിക്കുന്നത് പാലക്കാട്. ഈ പാലക്കാട്ടെ BJP കൗൺസിലർമാർ, BJPക്ക് ഏറ്റവും ശക്തമായ ഒരു പേരുള്ള പാലക്കാട് നഗരത്തിലെ കൗൺസിലർമാർ അത് രാജിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവർ ഈ മുനിസിപ്പൽ സെക്രട്ടറിക്ക് മുൻപാകെ രാജി സമർപ്പിക്കുകയാണെങ്കിലാണ് അത് നിയമപരമായി വരിക. അതിനു മുൻപ് സംസ്ഥാന പ്രസിഡന്റിന് ഈ രാജിക്കത്ത് അയക്കുക എന്നുള്ളതിലേക്ക് നീങ്ങുന്നു എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്തരം യോഗങ്ങൾ, ഇപ്പോൾ അന്തിമഘട്ടത്തിലുള്ളൊരു യോഗങ്ങൾ, അത്തരം വിമത നീക്കം നടത്തിയ നേതാക്കൾ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം 10 മണിക്കാണ് ഈ പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഈ ജനപ്രതിനിധികളായ ഈ കൗൺസിലർമാർ തങ്ങളുടെ ഈ കൗൺസിലർ സ്ഥാനം രാജിവെക്കുകയാണ് എന്നുള്ളത് അറിയിപ്പ് നൽകുക. അതിൽ ഈ ചെയർപേഴ്സണും വൈസ് ചെയർമാനും അടക്കമുള്ള ആളുകൾ ഈ നീക്കത്തിനൊപ്പമുണ്ട്. അതിലൊരു അന്തിമ യോഗവും പാലക്കാട് പുരോഗമിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഈ മൊത്തം പുനഃസംഘടനയും സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളതിലും എല്ലാം തന്നെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. സൈഫുദ്ദീൻ. സാജിദ് അജ്മലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്.